Hi friends, once again welcome back to T Blogs Meet in Varghese from മാവേലിക്കര. ഓക്കെ, സബ്ജക്റ്റ് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ മലയാളത്തിലെ കാലത്തെ ഹിറ്റുകളിലൊന്നായിട്ടുള്ള ദൃശ്യം സീരീസിലെ ലേറ്റസ്റ്റ് ഫിലിമായിട്ടുള്ള ദൃശ്യം 3 അതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. അത് ഞാൻ റിലീസ് ഡേ അന്ന് തന്നെ ഒന്ന് പോയി കണ്ടായിരുന്നു. അതിൻ്റെ ഓൺ ദ സ്പോട്ട് എനിക്ക് റിവ്യൂ കിട്ടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഇടുന്നത്. ഓക്കെ, സബ്ജക്റ്റിലോട്ട് വരാം. പതിവ് ദൃശ്യം 1 and 2 അതിനെ അപേക്ഷിച്ച് ദൃശ്യം 3 നോക്കുവാണെങ്കിൽ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. പേഴ്സണലി എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഒരു സാധാരണ ഒരു ത്രില്ലർ ജേർണിപ്പെടുന്ന ഒരു ഫിലിം അത്രേ ഉള്ളൂ പറയത്തക്കതായിട്ട്. പിന്നെ വലിയ ദൃശ്യമെന്ന് പറഞ്ഞ് ആ ലെവൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിലും ഈ ജിതുവിൻ്റെ എല്ലാ ഫിലിംസിനും ഒരു കഴിവുകേടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇത്രത്തോളം ബ്രില്യൻസ് ആയിട്ടുള്ള ഡയറക്ടറാണ് അദ്ദേഹം. VFX പല ഇടത്തെന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് നോക്കുവാണെങ്കിൽ എററായിട്ട് തോന്നി. കാരണം 2010 അല്ലെങ്കിൽ 2005 ഒക്കെ ചെയ്യുന്ന ഒരു VFX വർക്ക് പോലെ തോന്നി. പിന്നീട് നോക്കുവാണെങ്കിൽ ഈ കളർ ഗ്രേഡിങ് എന്നല്ല, അത് തന്നെ കളർ ഗ്രേഡിങ്. ഇത് പല സിനിമയായി. അത് സ്പോയിലറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ പലയിടത്ത് കളർ ഗ്രേഡിങ്, ലൈറ്റിങ് ആയിക്കോട്ടെ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നമൊക്കെ എന്തിനോ വേണ്ടിയോ ഒരു സിനിമ ചെയ്തതുപോലായി. സിനിമ നല്ല രീതിയിൽ വർക്കിംഗ് ഒക്കെയാണ്. ക്ലൈമാക്സും കാര്യങ്ങളും നല്ലതുപോലെയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫീൽ കൊണ്ടെന്നല്ല, ഒരു ത്രില്ലർ കണ്ടിരിക്കുക അത്രമാത്രം. വലിയ ഓവർ ഇതൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, അത്ര മാത്രമേ ഉള്ളൂ. ദൃശ്യം കൊള്ളാം, ദൃശ്യം 2 അത്രയും കൊള്ളാം. പക്ഷേ ദൃശ്യം 3 ഒരു ആവറേജ് ഫീലിംഗ് ആണ് എനിക്ക് തന്നത്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചുമില്ല, ഒരുപാട് പ്രതീക്ഷിക്കാതാണ് ഞാൻ പോയി കണ്ടത്. സ്പോയിലർ അലർട്ട് ഒന്നും പോയി തന്നെയല്ല, സായി വെച്ചാണ് പോയി കണ്ടത്, ഒച്ചിട്ട സായിയിൽ. ഓക്കെ, ഫിലിമിന് നെഗറ്റീവ് സൈഡുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ഇല്ലാത്തൊരു കഥാപാത്രത്തെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഥാപാത്രം ആരെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2 ഇല്ലാത്ത വേറെ 2-3 കഥാപാത്രങ്ങളുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റുകളൊക്കെയാണ് ഇതിനകത്ത് വേറെ ചിലയിടത്തൊക്കെ നടക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, എന്താ പറയുക. അപ്പോൾ ഓക്കെ, സ്മീറ്റ് ഇൻ വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് മാവേലിക്കര പ്രതിഭ തിയേറ്ററിനടുത്ത് വെച്ചാണ്. ഇതൊക്കെ ദൃശ്യം കാണാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ്. സംഭവം ഹൗസ്ഫുള്ളും ഒക്കെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാരും പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്.